പ്രിയരെ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ യാത്ര കേരളത്തിലുള്ള കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കാണ്. മൈബ്ലിസ് ഹോളിഡേയ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ടൂർ കമ്പനിയാണ് ഇന്ന് ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. മിസ്റ്റർ അനൂപ് രാമചന്ദ്രനും കുമാരി അനഘ്യചന്ദ്ര അനൂപുമായിരുന്നു ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ്. ഞങ്ങളുടെ വാഹനത്തിൻ്റെ പൈലറ്റ് മിസ്റ്റർ രോഹിത് ആയിരുന്നു. കൊരട്ടിയിൽ നിന്നും 20 പേരടങ്ങുന്ന ഒരു സംഘമായാണ് ഞങ്ങൾ കാലത്ത് 6:15 കൊല്ലം ഡിസ്ട്രിക്റ്റിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഐലൻഡിലേക്ക് യാത്ര തിരിച്ചത്. 11:30 ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ബോട്ട് ടെർമിനലിലെത്തി. മനോഹരമായ കാഴ്ചകൾ, എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകൾ. അഷ്ടമുടിക്കായലിന് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് ആ ടെർമിനലിൻ്റെ എൻട്രി ഭാഗത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ചുറ്റും സ്ട്രീറ്റ് വെൻഡേഴ്സ്, തൊപ്പി വിൽക്കുന്നവർ, തോർത്തുമുണ്ട് വിൽക്കുന്നവർ, മധുര പലഹാരങ്ങൾ വിൽക്കുന്നവർ, മധുരപാനീയങ്ങൾ വിൽക്കുന്നവർ. ഞങ്ങൾ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ബോട്ടിലോട്ട് കയറി. കണ്ണ് ചിമ്മാതെ നോക്കി കാണേണ്ട കാഴ്ചകൾ. ചുറ്റും വെള്ളം, അതിനു ചുറ്റും കണ്ടൽക്കാടെന്നറിയപ്പെടുന്ന മാൻഗ്രോവ് ഫോറസ്റ്റ്. അഷ്ടമുടി കായലിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര കണ്ടൽക്കാട്ടിലേക്ക് തന്നെയായിരുന്നു. അവിടെ നിറയെ ടൂറിസ്റ്റുകൾ. ചിരിയും കളിയും സെൽഫിയും ഫോട്ടോഷൂട്ടും, ആകെ തിരക്ക്. എവിടെയും വെള്ളമായതുകൊണ്ടായിരിക്കണം അനൂപേട്ടൻ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഡയറക്ഷൻ തന്നിരുന്നു. ക്യാൻവാസുകൾ ഒഴിവാക്കണമെന്നും പരമാവധി ഷോട്ട്സ് ഉപയോഗിക്കണമെന്നും. ഈ കാണുന്നതാണ് താടി വെച്ച മുഖമുള്ള സുന്ദരനായ അനൂപേട്ടനും അദ്ദേഹത്തിൻ്റെ മകൾ അനഘയും. സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളും കൗതുകങ്ങളും ഫോട്ടോഷൂട്ടും ഞങ്ങൾ വളരെ പെട്ടെന്ന് തീർത്തു. കാരണം ഞങ്ങളുടെ മനസ്സിൽ ജഡായു പാറയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന ജഡായു പാറ. ആ ചരിത്ര സത്യം കാണാൻ ഞങ്ങൾ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഭക്ഷണം കഴിഞ്ഞിട്ടാകാം ജഡായു പാറയിലേക്കുള്ള യാത്രയെന്ന് അനൂപേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അടുത്ത് കണ്ട ഹോട്ടലിലേക്ക് കയറി. വിഭവസമൃദ്ധമായ ബിരിയാണിയായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് ഞങ്ങൾ ജഡായു പാറയിലേക്ക് യാത്ര തുടങ്ങി. മനസ്സ് മുഴുവൻ ജഡായു പാറയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1150 അടി പൊക്കത്തിൽ 65 ഏക്കർ സ്ഥലത്ത് വ്യാപിപ്പിച്ച് കിടക്കുന്ന കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ചടയമംഗലം പഞ്ചായത്തിലെ ജഡായു പാറ. 100 കോടിയോളം രൂപ മുതൽ മുടക്കിൽ കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രൊഡ്യൂസറും ഡയറക്ടറും ഡിസൈനറുമായ ശ്രീ രാജീവ് അഞ്ചലിൻ്റെ ഡയറക്ഷനിലാണ് ഈ മനോഹരമായ നിർമ്മിതി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ലോകോത്തര നിലവാരത്തിലുള്ള നിർമ്മിതികൾ, കാണാൻ കൗതുകമുള്ള കാഴ്ചകൾ, സേഫ്റ്റി അറേഞ്ച്മെൻറ്റ്സ്, ഭംഗിയുള്ള കാഴ്ചകൾ. കേരളത്തിൽ കേബിൾ കാർ സംവിധാനമുള്ളത് ഈ ജഡായു പാർക്കിൽ മാത്രമാണ്. പിഴവടച്ച സംവിധാനങ്ങൾ, സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്, റിസപ്ഷനിൽ മനോഹരമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അതിമനോഹരമായ രഥത്തിൻ്റെ ഒരു മാതൃക. റിസപ്ഷൻ സ്ക്രീനിലെ ജഡായു പാർക്കിലെ കാഴ്ചകൾ ഞങ്ങൾ കൗതുകത്തോടെ നോക്കി നിന്നു. ഞങ്ങളുടെ ടേൺ വരികയായിരുന്നു. ഒരു സ്വപ്നം പോലെ തോന്നിക്കുന്ന കാഴ്ചകൾ. നമ്മുടെ കൊച്ചു കേരളത്തിലും കേബിൾ കാറിൻ്റെ സംവിധാനങ്ങൾ ഞങ്ങളുടെ മുൻപിലേക്ക് പതുക്കെ ഒഴുകിയെത്തി. സിനിമയിലും മറ്റും കണ്ടിട്ടുള്ള കേബിൾ കാറിലേക്ക് കയറാനുള്ള ഉത്സാഹം, അത് നമ്മുടെ മുൻപിലേക്ക് പതുക്കെ വരുമ്പോൾ നമ്മളറിയാതെ കൗതുകത്തോടെ ഒളിഞ്ഞും ചെരിഞ്ഞും പലരും നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് പതുക്കെ കേബിൾ കാറിലേക്ക് കയറി. ഭയമുണ്ടെങ്കിലും പേടിച്ചിട്ടാണെങ്കിലും അവർ കേബിളിനുള്ളിലേക്ക് ചാടിക്കയറി.
8 പേർക്കിരിക്കാവുന്ന ഒരു ചെറിയ ക്യാബിനാണ് കേബിൾ കാർ എന്ന് പറയുന്നത്. സ്റ്റീൽ റോപ്പിലൂടെ കാറിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ മൊബൈൽ യൂണിറ്റ്. ഞങ്ങളുടെ കേബിൾ കാർ പതിയെ ജഡായു പാർക്കിലേക്ക്, ജഡായു പാറയുടെ അരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. പരിഭ്രമവും ആകാംക്ഷയും എല്ലാം ഞങ്ങളുടെ മുഖത്ത് കാണാമായിരുന്നു. 2 ട്രാക്കിൽ കൂടെയും കേബിൾ കാർ പോകുന്നുണ്ടായിരുന്നു. ഒരു ട്രാക്കിൽ കൂടെ കേബിൾ കാർ പാറയുടെ മുകളിലേക്ക് പോകുമ്പോൾ മറ്റു ഭാഗത്തു കൂടി കേബിൾ കാർ താഴേക്കും വരുന്നുണ്ടായിരുന്നു. കൗതുകമുള്ള കാഴ്ചകൾ. ഇവിടെ ഹെലികോപ്റ്ററിൽ വരാനുള്ള സൗകര്യവും ഇവർ പണിതീർത്തിട്ടുണ്ട്. വർഷങ്ങളോളം മനസ്സിൽ താലോലിച്ച സ്വപ്നം ഞങ്ങളുടെ കണ്ണിലേക്ക് ജഡായു പാറയുടെ ചിത്രം അടുത്തു തുടങ്ങിയിരിക്കുന്നു. 2017 കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി ശ്രീ രാജീവ് അഞ്ചലിൻ്റെ ഡിസൈനിൽ ഈ മനോഹരമായ ജഡായു പാറയുടെ പണി തീർത്തത്. ഒരു ഭാഗത്ത് ഇഴഞ്ഞു നീങ്ങുന്ന കേബിൾ കാർ സംവിധാനം, മറുഭാഗത്ത് ലോക ചരിത്രത്തിലെ 1ാം സ്ഥാനക്കാരനായ ജഡായു പാറ. ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് സ്കൾപ്ചർ, അതും നമ്മുടെ കേരളത്തിൽ. ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സത്യമായ സീതാ സ്വയംവരം എൻ്റെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ ഇഴഞ്ഞു വരികയായിരുന്നു. തൻ്റെ യജമാനു വേണ്ടി ജീവൻ ബലി കൊടുത്ത ജഡായു, ആ വലിയ പക്ഷിയുടെ മുഖത്തേക്കും ആ വലിയ ചിറകുകളിലേക്കും ആ കണ്ണുകളിലേക്കും ഞാൻ അറിയാതെ നോക്കി നിന്നുപോയി. കൊല്ലം ആനയടി ഭാഗത്ത് താമസിക്കുന്ന മോഹനേട്ടനും ശ്യാമള ചേച്ചിയും സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ എൻ്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്നു. സഹോദര തുല്യമായ ബന്ധം. ഇവരാണ് എനിക്ക് ജഡായു പാറയെക്കുറിച്ചും സീതാ സ്വയംവരത്തിലെ ജഡായുവിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും ഈ മനോഹാരിതയെക്കുറിച്ചും കൂടുതൽ വ്യക്തമാക്കി തന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായ സീതാദേവിയെ ലങ്കാധിപതിയും ദുഷ്ടനും ചതിയനുമായ രാവണൻ പുഷ്പക വിമാനത്തിൽ ഈ വഴിയാണ് അപഹരിച്ചു കൊണ്ടുപോയതെന്നും സ്നേഹനിധിയായ ജഡായു എന്ന പക്ഷി രാവണനെ വഴിയിൽ തടഞ്ഞുവെന്നും നീചനും ദുഷ്ടനുമായ രാവണൻ ജഡായുവിൻ്റെ ചിറകിരിഞ്ഞെന്നും ചിറക് നഷ്ടപ്പെട്ട ജഡായു ഈ പാറയ്ക്ക് മുകളിലാണ് പിടഞ്ഞു വീണതെന്നും ചരിത്രം പറയുന്നു. സൂര്യൻ അസ്തമിക്കാറായും തോന്നുന്നു. പടിഞ്ഞാറ് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. ക്ഷേത്രത്തിൽ പാലിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസികളുടെ മാതൃകകളും ഞാൻ പലപ്പോഴും ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ക്ഷേത്രത്തിലുള്ള പുണ്യാത്മാക്കളുടെ മുൻപിൽ ഭക്തിപുരസ്സരം ഞാൻ ശിരസ് കുനിച്ചു നിന്നു. ജഡായു പാറയുടെ ഓരോ ഭാഗങ്ങളും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത്ഭുതകരമായ ആ കാഴ്ച ഞാൻ കണ്ടത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽപാദം. എൻ്റെ മനസ്സിൽ 1000 ഓർമ്മകൾ കുമിഞ്ഞുകൂടി. സ്വന്തം ജീവൻ യജമാനു വേണ്ടി കാഴ്ചവെച്ച ജഡായു എന്ന പക്ഷി, ആ പക്ഷിയെ തേടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവിടെ വരിക. അതിനുശേഷമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശ്രീലങ്കയിലേക്ക് പോകുന്നത്. ജഡായു എന്ന പക്ഷിയാണ് ആ വഴി കാണിച്ചു കൊടുത്തത്. ചരിത്ര സത്യങ്ങൾ വജ്രം കൊണ്ടെഴുതിയതുപോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട സത്യങ്ങൾ. ഞാൻ വീണ്ടും വീണ്ടും ആ ജഡായു പാറയിലേക്കും ആ ജഡായു എന്ന പക്ഷിയെയും ദുഷ്ടനായ രാവണൻ അരിഞ്ഞു വീഴ്ത്തിയ ജഡായു എന്ന പക്ഷിയുടെ വലിയ ചിറകുകളിലേക്കും നിറഞ്ഞ കണ്ണുകളോട് നോക്കി നിന്നു. 1000 ഓർമ്മകൾ.
സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിൽ പൂജാവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. ഞങ്ങൾ പതിയെ ജഡായു പാർക്കിൽ നിന്നും പുറത്തേക്കിറങ്ങാനുള്ള തയ്യാറെടുപ്പായി. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ സ്റ്റേഡിയം. എവിടെ നിന്ന് നോക്കിയാലും ആ പടുകൂറ്റൻ പാറയ്ക്ക് മുകളിൽ കണ്ണുകളറിയാതെ തേടിയെത്തുന്നത് ജഡായുവിൻ്റെ മുന്നിലേക്കാണ്. ശ്രീരാമചന്ദ്ര ഭഗവാന് സഹായിച്ച അതിശക്തനായ ജഡായുവിൻ്റെ മുന്നിലേക്ക്. ദൈവങ്ങളോട് യാത്ര പറഞ്ഞ് ജഡായു എന്ന ആ വലിയ പക്ഷിയുടെ സ്നേഹത്തിനു മുൻപിൽ ശിരസ് കുനിച്ച് 65 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആ വലിയ ജഡായു പാറയിൽ നിന്നും ഞങ്ങൾ ഓർമ്മകളുടെ വലിയൊരു കൂമ്പാരവും പേറി മടക്കയാത്ര തുടങ്ങി. ഞങ്ങളെ ജഡായു പാറയിൽ നിന്ന് ഇറക്കാനുള്ള കേബിൾ കാർ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫോട്ടോയും കൂടി ഞങ്ങൾ എടുത്തു. ജഡായു പാറയോട് യാത്ര പറയുമ്പോൾ മനസ്സിൽ എന്തോ നഷ്ടപ്പെട്ട പ്രതീതിയായിരുന്നു. പതിയെ ഞങ്ങൾ ജഡായു പാറയുടെ സ്റ്റെപ്പുകൾ ഇറങ്ങി. ആ വലിയ പാറക്കൂട്ടത്തിൽ നിന്നും ഞങ്ങൾ തിരിച്ച് യാത്രയായി. ഒത്തിരി ഓർമ്മകളോടെ.